ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. സിയോൻ മക്കളെ, ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും. മെതിക്കളത്തിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എന്റെ ജനത്തിന് ഇനിയൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഓർമ്മിക്കുക, ദുരിത കാഴ്ചകൾ അവശേഷിപ്പിച്ച് കഴിഞ്ഞ കാലവർഷം കടന്നുപോയി. കലിതുള്ളി എത്തിയ കാലവർഷത്തോടൊപ്പം വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാറ്റുണ്ടാക്കിയ കെടുതിയും മാറണമെങ്കിൽ, അതിന്റെ ഭീകരത്വം മറക്കണമെങ്കിൽ കാലങ്ങൾ വേണ്ടിവരുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ ആ കെടുതിയുടെ ആഘാതം മാറുവാനും മറക്കുവാനും മാസങ്ങൾ പോലും വേണ്ടി വന്നില്ല എന്നത് ഒരു സത്യമാണ്. ദുരിതമുണ്ടായ സ്ഥലങ്ങൾ ഒട്ടുമിക്കതും പഴയതുപോലെ തന്നെയും മറ്റു ചിലത് നിലവിലുണ്ടായിരുന്നതിലും ഉപരിയായി ഭംഗിയാക്കുവാനും സാധിച്ചുവെന്നത് ദൈവത്തിന്റെ വലിയ ഇടപെടൽ മൂലമാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു വിളവെടുപ്പ് നഷ്ടപ്പെട്ടെങ്കിൽ അതിനുശേഷമുള്ള വിളവെടുപ്പ് രണ്ടിന്റെയും കൂടി ഉപരിയായി ദൈവം നൽകുമെന്നത്. ആയതുകൊണ്ട് തെറ്റിൽ നിന്ന് ഓടി അകലുവാനും വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ചിറകിൻ കീഴിൽ എല്ലാവർക്കും ഇടമുണ്ടെന്ന ബോധ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും
ജീവിതം